ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നിങ്ങളോട് ഒരു അപേക്ഷ. നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ, ടിവി, ടാബ് എന്നിവയ്ക്ക് പകരം ഒരു അരുമ പെറ്റിനെ സമ്മാനിക്കൂ. എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നായ്ക്കുട്ടി, പൂച്ച, ആട്ടിൻകുട്ടി, ലവ് ബേർഡ്സ്, പ്രാവ്, മുയൽ അങ്ങനെ എന്തെങ്കിലും. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ചില്ലുകുടം. അതിലൊരു ജോഡി വർണ്ണ മത്സ്യങ്ങൾ. അവയുടെ ഉത്തരവാദിത്വം കുട്ടികളെ ഏൽപ്പിക്കുക. അവരതിനെ ഭംഗിയായി നോക്കും. നിങ്ങളുടെ മേൽനോട്ടം മാത്രം മതിയാകും. ഓ വയ്യ, ഇനി അതിനെയൊക്കെ വൃത്തിയാക്കാൻ ഞാൻ തന്നെ നടക്കണമെന്നാണ് മറുപടിയെങ്കിൽ ഓർത്തോളൂ, ഈ മിണ്ടാപ്രാണികളുടെ അപ്പിയും മൂത്രവും ഒക്കെ കഴുകി വൃത്തിയാകുമ്പോൾ കുട്ടികളിൽ ഒരു ഉത്തരവാദിത്വം വളർന്നുവരും. മൊബൈൽ ഫോണിൽ നിന്ന് അകറ്റാൻ ഇതിലും നല്ല വഴിയില്ല, അല്ലേ? പക്ഷേ ഡിജിറ്റൽ ലോകത്തെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളും വൃത്തികേടുകളും എത്ര മായ്ച്ചാലും കുഞ്ഞു മനസ്സുകളിൽ നിന്നും മായില്ല. വളർത്തുമൃഗങ്ങളെ നോക്കാനും വൃത്തിയാക്കാനും കുട്ടികളെ തന്നെ പഠിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, കുട്ടികളെ കൊല്ലുന്ന അച്ഛനമ്മമാർ. പേടി തോന്നുന്നില്ലേ? സഹജീവികളോട് സ്നേഹവും കരുണയും വളർത്തിയെടുക്കൂ. ഗിഫ്റ്റ് യുവർ ലവ്ഡ് വൺസ് എ ഡിയർ പെറ്റ്. വികസിത രാജ്യങ്ങളിൽ വളരെ വ്യാപകമായി ചെയ്യുന്ന ശീലമാണിത്. പെറ്റ് തെറപ്പി. അത് എന്താണെന്ന് തീർച്ചയായും വായിച്ചിരിക്കണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് വളർത്തുമൃഗങ്ങൾ ഒരുപാട് സഹായിക്കും.